എല്ലാ പ്രതികൂലങ്ങളും മാറും. ശുഭദിനമാഗതമാകും. എല്ലാ പ്രതികൂലങ്ങളും മാറും. ശുഭദിനമാഗതമാകും. തളരാതെ നിന്നാൽ, പതറാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല. നാം ലജ്ജിച്ചു പോകയില്ല. തളരാതെ നിന്നാൽ, പതറാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല. നാം ലജ്ജിച്ചു പോകയില്ല. എല്ലാ പ്രതികൂലങ്ങളും മാറും. ശുഭദിനമാഗതമാകും. എല്ലാ പ്രതികൂലങ്ങളും മാറും. ശുഭദിനമാഗതമാകും. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. മനുഷ്യകുലത്തിന് വേണ്ടി, മനുഷ്യകുലത്തിൻ്റെ പാപമോചനത്തിന് വേണ്ടി, മനുഷ്യന് രക്ഷ നൽകാൻ വേണ്ടി ദൈവത്തിൻ്റെ പുത്രനായ ഈശോ മിശിഹ കുരിശിൽ മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുന്ന രക്ഷാകര രഹസ്യത്തിൻ്റെ വിശുദ്ധമായ നാൾ വഴികളിലൂടെ യാത്ര ചെയ്യുകയാണ് നാം ഓരോരുത്തരും. ഒന്നാം നാളിൽ നിന്ന്, മരണത്തിൻ്റെ ഒന്നാം നാളിൽ നിന്ന് ഉത്ഥാനത്തിൻ്റെ മൂന്നാം നാളിലേക്കുള്ള ഒരു നീളം, ആ നീളം അളക്കുന്ന ദിവസമാണ് രണ്ടാം നാളായ ദുഃഖശനി. ദുഃഖശനി എന്ന പേരിട്ട് വിളിക്കുന്ന ഈ കാത്തിരിപ്പിൻ്റെ ദിവസം ഈശോയുടെ ജീവിതത്തിൽ മാത്രമല്ല, എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിലെ ഏറ്റവും പ്രതീക്ഷാനിർഭരമായ ദിവസമാണ്, ജീവിത നിമിഷങ്ങളാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ 2-ാമത്തെ അധ്യായം 1 മുതലുള്ള വചനങ്ങളിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഈശോയുടെ ആദ്യത്തെ അത്ഭുതം, കാനായിലെ കല്യാണത്തിൽ ഈശോ വെള്ളം വീഞ്ഞാക്കുന്ന ആ വിശുദ്ധമായ നിമിഷം നമ്മുടെ എല്ലാവരുടെയും ഓർമ്മയിലുണ്ട്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം ഒരു കുടുംബത്തിൻ്റെ ഗതികേടിൻ്റെ നിമിഷത്തിൽ ഈശോയുടെ അത്ഭുതത്തിലൂടെ അനുഗ്രഹമായി മാറുന്ന വിശുദ്ധമായ ഒരു സമയമാണത്. ആ ഒരു അത്ഭുതത്തിൽ, കാനായിലെ കല്യാണത്തിൻ്റെ ആ ഒരു അത്ഭുതത്തിൽ ഈ ദുഃഖശനിയുടെ ഒരു ലാഞ്ചനയുണ്ട്. ഒരു മഹാവിരുന്ന് നടക്കുന്നു. ഒരു കുടുംബത്തിൻ്റെ അഭിമാനം സംരക്ഷിക്കപ്പെടുകയാണ്. ഒരു കുടുംബത്തിൻ്റെ അന്തസ്സ് ആഘോഷിക്കപ്പെടുകയാണ്. ആ സമയത്ത് പ്രധാനപ്പെട്ട വിഭവം തീർന്നു പോവുകയാണ്, വീഞ്ഞ് തീർന്നു പോവുകയാണ്. അതുവരെ വിളമ്പിയ മുഴുവൻ മധുരവും ഒരു നിമിഷം അപ്രത്യക്ഷമാവുകയാണ്. മധുരവീഞ്ഞ് വിളമ്പിയ പാത്രങ്ങൾ ശൂന്യമായപ്പോൾ ആ വിരുന്ന് തന്നെ പച്ചവെള്ളം പോലെ രുചിരഹിതമായി മാറുകയാണ്. ആ ഒരു സമയത്താണ് പരിശുദ്ധ അമ്മ ഈശോയെ ആ കുടുംബത്തിൻ്റെ ഗതികേടിലേക്ക്,
ദുരിതത്തിലേക്ക്, അപമാനത്തിലേക്ക് വിളിച്ചിറക്കിക്കൊണ്ടുവന്ന് അവർക്ക് വഴി തെളിച്ചു കൊടുക്കുക, അവരുടെ അഭിമാനം വീണ്ടെടുത്തു കൊടുക്കുക, അവരുടെ ദുരിതത്തിൽ നിന്ന് അവരെ രക്ഷിക്കുക എന്ന ഒരു സന്ദേശം ഈശോയ്ക്ക് കൊടുക്കുന്നു. ആ കുടുംബനാഥന്റെ മനസ്സിലേക്കൊന്ന് കടന്നു വന്നാൽ അയാളുടെ ജീവിതത്തിൻ്റെ അഭിമാനബോധം മുന്തിരിയുടെ മധുരമെല്ലാം പറ്റി വെറും പച്ചവെള്ളത്തിൻ്റെ രുചിരാഹിത്യം പോലെ നിർജീവമായി. ആ ഒരു സമയത്താണ് ഈശോ ഭരണികളിൽ വെള്ളം നിറയ്ക്കുക എന്ന് പറയും. അതിനുശേഷം അത് പകർന്ന് കൊടുക്കാൻ ഈശോ ആവശ്യപ്പെടുകയാണ്. ഇവിടെ ഒരു ദുഃഖശനിയുടെ ലാഞ്ചനയുണ്ട്. വെറും പച്ചവെള്ളം മുന്തിരി നീരായി ഉയർക്കുന്ന, മധുരാനുഭവമായി ഉയർക്കുന്ന ഒരു നിമിഷം. പച്ചവെള്ളത്തിൽ നിന്ന് മുന്തിരി നീരാകുന്ന ആ ഒരു സമയമുണ്ടല്ലോ, അതൊരു കാത്തിരിപ്പിൻ്റെ സമയമാണ്. ആ ഒരു സമയത്താണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ആത്മവിശ്വാസവും ദൈവവിശ്വാസവും അളക്കുന്ന സമയം. ദുഃഖശനി എൻ്റെ ജീവിതത്തിലെ ദൈവവിശ്വാസത്തിൻ്റെ അളവെടുപ്പിൻ്റെ ദിവസമാണ്. സകല പ്രതീക്ഷകളും കുരിശിലേറി, മുഴുവൻ സ്വപ്നങ്ങളും തകർന്നടിഞ്ഞ് അടക്കം ചെയ്ത് ഇനി എന്ത് എന്ന് ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടാതെ ജീവിക്കുന്ന നിരവധി മനുഷ്യരുണ്ട് ഈ ഭൂമിയിൽ. അല്ലെങ്കിൽ അത്തരത്തിലുള്ള അനുഭവത്തിലൂടെ കടന്നു പോകാത്ത ഒരു മനുഷ്യനും ഉണ്ടാവില്ല. എപ്പോഴും പ്രതീക്ഷിക്കുന്നത് മാത്രം സംഭവിക്കുകയും ഓരോ നിമിഷവും പ്രതീക്ഷ പൂത്തുലയുകയും ചെയ്യുന്ന മനുഷ്യരാരും ഈ ഭൂമിയിലില്ല. എപ്പോഴും നല്ലത് പ്രതീക്ഷിക്കും, അപ്രതീക്ഷിതമായിട്ട് ചില ദുരന്തങ്ങൾ വന്നുവിടും, ചില തകർച്ചകൾ വരും, ചില രോഗങ്ങൾ വരും. അതിൽ നിന്ന് ഒരു ഉയർപ്പ് സാധ്യമാകുമോ? അപ്രതീക്ഷിതമായി മരിച്ചുപോയ സകല പ്രതീക്ഷകളും ഇനിയും പൊട്ടിവിടരുമോ? ആ ഒരു ആകാംക്ഷ നിറഞ്ഞ കാത്തിരിപ്പിൻ്റെ വിശുദ്ധമായ ജീവിത അനുഭവത്തിൻ്റെ പേരാണ് ഈ ദുഃഖശനി എന്നത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ വാരത്തിൽ ദുഃഖശനിയാഴ്ചയ്ക്ക് ഒരു പ്രത്യേകമായ അനുഭൂതിയുടെ നിറച്ചാർത്തുണ്ട്. ഈയൊരു ദിവസം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ മുഴുവൻ വിലയിരുത്താനുള്ള ഒരു ദിവസമാണ്. ഈ ദുഃഖശനിയിൽ എല്ലാ ദേവാലയങ്ങളിലും ഒരു പുതിയ മനുഷ്യരായി മാറുവാനുള്ള, ഒരു പുതിയ ജീവൻ ആരംഭിക്കുവാനുള്ള ഒരു പ്രാർത്ഥന നടക്കുന്നുണ്ട്. ഓരോ ക്രൈസ്തവ വിശ്വാസിയും വിശ്വാസ ജീവിതം ആരംഭിക്കുന്ന വിശുദ്ധ കൂദാശകളുടെ ഓർമ്മകൾ പ്രാർത്ഥനയാകുന്നുണ്ട്. മാമോദീസായിൽ നമ്മൾക്ക് വേണ്ടി നമ്മുടെ മാതാപിതാക്കൾ സ്വീകരിച്ച ഏറ്റുപറഞ്ഞ പ്രതിജ്ഞ, ദുഃഖശനിയാഴ്ച ഈശോയുടെ ഉയർപ്പ് കാത്തിരിക്കുന്ന കുരിശുരൂപത്തെ നോക്കി ഓരോ വിശ്വാസിയും ഏറ്റുപറയുന്നുണ്ട്. ഒരു പുതിയ ജീവിതം ആരംഭിക്കാൻ കൊതിക്കുന്നുണ്ട്. ദുഃഖശനി ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള പ്രതീക്ഷയോടെയുള്ള കാത്തിരിപ്പിൻ്റെ ദിവസമാണ്. ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ഒരു തകർച്ച സംഭവിച്ച്, ഒരു ദുഃഖം സംഭവിച്ച്, മധുരം നഷ്ടപ്പെട്ട് പച്ചവെള്ളത്തിൻ്റെ രുചിരാഹിത്യം അനുഭവിക്കുമ്പോൾ വീണ്ടും എൻ്റെ ജീവിതം എൻ്റെ കർത്താവ് മുന്തിരി മധുരം കൊണ്ട് അലങ്കരിക്കും എന്ന
നിറഞ്ഞ പ്രതീക്ഷയോടെയുള്ള കാത്തിരിപ്പിൻ്റെ ഒരു കാലം വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രാർത്ഥന അനുഭൂതി നിറഞ്ഞ ഒരു ദിവസമാണ്. നമുക്കും ഒരു പുതിയ ഉയർപ്പിന് വേണ്ടി, ഒരു പുതുജീവിതം ആരംഭിക്കുന്നതിന് വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം, നമുക്കും കാത്തിരിക്കാം. പുതിയൊരു ഹൃദയം നൽകണമേ നാഥ, പാപികൾ ഞങ്ങളിൽ കനിയണമേ നാഥ. പുതിയൊരു ഹൃദയം നൽകണമേ നാഥ, പാപികൾ ഞങ്ങളിൽ കനിയണമേ നാഥ. നവമൊരു ചൈതന്യം പകരണമേ നാഥ, നവമൊരു ചൈതന്യം പകരണമേ നാഥ. അടിയങ്ങൾ തന്നുള്ളിൽ എന്നും വാഴണമേ നാഥ, അടിയങ്ങൾ തന്നുള്ളിൽ എന്നും വാഴണമേ നാഥ. പുതിയൊരു ഹൃദയം നൽകണമേ നാഥ, പാപികൾ ഞങ്ങളിൽ കനിയണമേ നാഥ. പുതിയൊരു ഹൃദയം നൽകണമേ നാഥ, പാപികൾ ഞങ്ങളിൽ കനിയണമേ നാഥ. പുതിയൊരു ഹൃദയം നൽകണമേ എന്ന്, പുതിയൊരു ജീവൻ ആരംഭിക്കാൻ വരം തരണമേ എന്ന് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഈ ഒരു ജനതയൊന്നാകെ നിശബ്ദമായി പ്രാർത്ഥിക്കുന്ന സുദിനമാണ്. ക്രിസ്തുവിൻ്റെ മരണത്തിനും ഉയിർപ്പിനും ഇടയിലുള്ള ഈ സുദിനം. ഇത് കാത്തിരിപ്പിൻ്റെ ദിവസമാണ്. കാത്തിരിപ്പ് എപ്പോഴും വിശ്വാസത്തിൻ്റെ ശക്തി അളക്കുന്ന നിമിഷം കൂടിയാണ്. ചിലർക്ക് കാത്തിരിപ്പ് അസ്വസ്ഥതയുള്ള ഒരനുഭവമാണ്, ചിലർക്ക് കാത്തിരിപ്പ് ഉന്മേഷമുള്ള ഒരു അനുഭവമാണ്. ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ക്രിസ്തുവിൻ്റെ മാർഗം വിശ്വാസത്തോടെ പിന്തുടരുന്ന ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് കാത്തിരിപ്പ് പ്രതീക്ഷയുടെ, സന്തോഷത്തിൻ്റെ, പ്രത്യാശയുടെ അനുഭവമാണ്. ഇവിടെ ഇന്ന് ഈ ദുഃഖശനിയാഴ്ച ദേവാലയങ്ങളിൽ ഒരു അനുരഞ്ജന ശുശ്രൂഷ നടക്കുന്നുണ്ട്. ശത്രുക്കളോട് ക്ഷമിക്കുവാൻ പറഞ്ഞ ക്രിസ്തുവിൻ്റെ ജീവിത മാതൃക കുരിശിൻ്റെ നിഴലിൽ നിന്നുകൊണ്ട്, ദുഃഖശനിയാഴ്ചത്തെ കുരിശിൽ ക്രിസ്തുവില്ല എന്ന് നമുക്കറിയാം. ദുഃഖശനിയാഴ്ചത്തെ കുരിശിൽ ഈശോയുടെ മൃതദേഹമില്ല. എന്നാൽ ആ കുരിശിൻ്റെ നിഴലിൽ നിന്നുകൊണ്ട് ഈ ദൈവജനം ഒന്നാകെ ഓർക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് കുരിശടയാളം ഈ ലോകത്തിന് മുമ്പിലേക്ക് വയ്ക്കുന്ന ചില വിശുദ്ധ മൂല്യങ്ങളാണ്. ആ മൂല്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ഈ ദുഃഖശനിയാഴ്ച ഓരോ ക്രൈസ്തവനും പ്രാർത്ഥിക്കുകയാണ്. കുരിശിൻ്റെ അടയാളം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന ഏറ്റവും വിശുദ്ധമായ മൂല്യം ഈശോയുടെ കുരിശിലെ ക്ഷമയാണ്, ക്ഷമിക്കുന്ന സ്നേഹമാണ്. ദുഃഖവെള്ളിയിൽ ഈശോയുടെ കുരിശു മരണത്തെ പ്രാർത്ഥനാപൂർവം ധ്യാനിക്കുന്ന ഓരോ ക്രൈസ്തവനും ക്രിസ്തുവിൻ്റെ അഗാധമായ, അനന്തമായ, വ്യവസ്ഥകളില്ലാത്ത
ക്ഷമിക്കുന്ന സ്നേഹമാണ് സ്വന്തം ജീവിതത്തിലേക്ക് വിവർത്തനം ചെയ്തെടുക്കുന്നത്. കുരിശിലെ ഈശോയുടെ ക്ഷമ അത് സത്യത്തിൽ ഒരു തോറ്റുകൊടുക്കൽ തന്നെയാണ്. ശത്രുക്കളോട് ക്ഷമിക്കുവിൻ എന്ന് ഈശോ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന മലയിലെ പ്രസംഗത്തിൽ തന്നിൽ വിശ്വസിക്കുന്ന എല്ലാവരോടും വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ശത്രുക്കളോട് ക്ഷമിക്കുവിൻ. ആ വചനത്തിൻ്റെ അവസാനം നമ്മെ കോരിത്തെരിപ്പിക്കുന്ന ഈശോയുടെ ചില അരുളപ്പാടുകളുണ്ട്. എൻ്റെ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളോട് ക്ഷമിക്കുമെങ്കിൽ എൻ്റെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഈശോ പരിപൂർണത നേടുവാൻ ആഗ്രഹിക്കുന്നയാൾ ചെയ്യേണ്ടത് നിർവ്യാജമായ, നിസ്വാർത്ഥമായ, മുൻവിധികളില്ലാത്ത ക്ഷമ ശീലിക്കുക എന്നതാണ്. ഒരു വിശ്വാസിയുടെ വ്യക്തിത്വം പരിപൂർണതയിലേക്ക് വളരുന്നതിന് തടസ്സമായി നിൽക്കുന്നത് അയാൾക്ക് ക്ഷമിക്കാനുള്ള ശേഷിയുടെ ദൗർബല്യമാണ്. ക്ഷമിക്കാനുള്ള ശേഷിയില്ലാത്ത ഒരു ക്രിസ്ത്യാനി അപൂർണനായ വിശ്വാസിയാണ്. കാരണം ക്ഷമ തോറ്റുകൊടുക്കലാണ്. ക്രിസ്തു കുരിശിൽ വിജയിച്ച ദൈവമല്ല, ക്രിസ്തു കുരിശിൽ പരാജയപ്പെട്ട മനുഷ്യനാണ്. അറിഞ്ഞുകൊണ്ട് ഏറ്റുവാങ്ങിയ വിജയത്തേക്കാൾ മഹത്വമുള്ള പരാജയം, അതാണ് ഈശോയുടെ കുരിശിലെ പരാജയം. അത് തന്നെ ഉപദ്രവിച്ചവരോട് പരിപൂർണമായി ക്ഷമിച്ചുകൊണ്ടുള്ള ഒരു ബോധപൂർവമായ ഒരു പരാജയമായിരുന്നു. എന്നാൽ ആ പരാജയത്തിലും പരാജയപ്പെടാൻ ക്രിസ്തു വിജയിച്ചു. പരാജയപ്പെടുന്നതിൽ ക്രിസ്തു വിജയിച്ചു. തന്നെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി തൻ്റെ ജീവിതം ദാനമായി നൽകി ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ വൻ പരാജയമായി മാറുന്നതിൽ ക്രിസ്തു വിജയിച്ചു. ക്രിസ്തുവിൻ്റെ പരാജയം കുരിശിലെ വിജയമായി മാറി. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന ക്രിസ്തു മൊഴികൾ ലോകം അത്ഭുതത്തോടെ, ആദരവോടെ ഇന്നും കേൾക്കുന്ന ഒരു ദൈവത്തിൻ്റെ അരുളപ്പാടുകളാണ്. അങ്ങനെ ക്ഷമ പൂർത്തിയായതാണ് ക്രിസ്തുവിൻ്റെ ബലി. അതുകൊണ്ടാണ് കുരിശിൽ എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈശോയ്ക്ക് ജീവിതം ഈ ലോകത്തിൻ്റെ പാപമോചനത്തിനായി ബലിയായി നൽകാൻ കഴിഞ്ഞത്. ക്ഷമിക്കാൻ കഴിയുന്ന ഒരു ക്രൈസ്തവനാണ് ക്രിസ്തുവിൻ്റെ ഉയർപ്പിന് വേണ്ടി കാത്തിരിക്കുവാൻ അവകാശമുള്ള വ്യക്തി. ഈ ദുഃഖശനി നമ്മൾ ക്രിസ്തുവിൻ്റെ ഉയർപ്പിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ അത് നമ്മുടെയും ഉള്ളിൽ ഒരു ഉയർപ്പിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. നമ്മുടെ ഉള്ളിൽ ആരാണ് ഉയർക്കേണ്ടത്? നമ്മുടെ ഉള്ളിൽ എന്താണ് ഉയർക്കേണ്ടത്? നമ്മുടെ ഉള്ളിൽ ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കണം. അതിനുവേണ്ടി കാത്തിരിക്കുമ്പോൾ ക്രിസ്തു ഇന്ന് ഉയർത്തെഴുന്നേൽക്കുന്നത് ആൾ രൂപത്തിൽ അല്ല എന്ന് നമുക്കറിയാം. ക്രിസ്തുവിൻ്റെ വിശുദ്ധ മൂല്യങ്ങളിലൂടെയാണ്. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ഒരു ജീവിതം പ്രവർത്തനങ്ങളിലൂടെ ക്രിസ്തുവിൻ്റെ മൂല്യങ്ങൾ പ്രതിഫലിപ്പിക്കും. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. ഞാൻ നിങ്ങൾക്കൊരു പുതിയ കൽപ്പന നൽകുന്നു, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുവിൻ. യോഹന്നാന്റെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിൽ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയതിന് ശേഷം ഈശോ നൽകുന്ന കൽപ്പനയാണ്. ആ സ്നേഹത്തിൻ്റെ പരിശീലനം
ക്ഷമയുടെ അനുഭവത്തിലൂടെ മാത്രമേ നടക്കുകയുള്ളൂ എന്ന് ജീവിതം കൊണ്ട് നമ്മെ പഠിപ്പിച്ചിട്ടാണ് ഈശോ കുരിശിൽ ജീവൻ വെടിഞ്ഞത്. ആ ക്രിസ്തുവിൻ്റെ വിശുദ്ധ മൂല്യങ്ങൾ എൻ്റെ മുറിവാർന്ന പരാജയപ്പെട്ട ജീവിത നിമിഷങ്ങളിലൂടെ ഉയർത്തെഴുന്നേൽക്കുന്നത് വരെ കാത്തിരിക്കുന്ന ഒരു മനസ്സ്, അത് ഓരോ ക്രൈസ്തവ വിശ്വാസിയുടെയും മനസ്സാണ്. നീ എത്രമാത്രം തകർന്നടിഞ്ഞാലും, നീ എത്രമാത്രം മുറിവേറ്റാലും, നീ എത്രമാത്രം മരണത്തിന് വിധേയനായാലും, നിൻ്റെ ഉള്ളിലെ മുഴുവൻ സന്തോഷവും മരിച്ചു പോയാലും, നിൻ്റെ ഉള്ളിലെ മുഴുവൻ പ്രത്യാശയും മൃതമായി പോയാലും, ഇനിയൊന്നും പ്രതീക്ഷിക്കാനില്ല, എല്ലാം തകർന്നു എന്ന് നിലവിളിക്കുന്ന നിമിഷത്തിൽ പോലും ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടാനായി കരുതി വച്ചിരിക്കുന്ന സമയം, അത് ഞാൻ രക്ഷപ്പെടുമെന്ന് ഞാൻ വിചാരിച്ച സമയമാണോ? ഒരിക്കലുമല്ല. ദൈവം എൻ്റെ ജീവിതത്തിൽ ഉയർത്തെഴുന്നേൽക്കുന്ന സമയം, അത് ദൈവം തീരുമാനിച്ചിരിക്കുന്ന സമയമാണ് എങ്കിൽ തമ്പുരാൻ ഉയർക്കുന്നത് വരെ കാത്തിരിക്കാനുള്ള ഒരു മനസ്സ്, അത് കർത്താവ് എനിക്ക് നൽകുന്ന വിശുദ്ധ ദിനമാണ് ഈ ദുഃഖ ശനിയാഴ്ച. നമുക്ക് ഈശോയുടെ കുരിശുമരണത്തിൻ്റെ രക്ഷ ഉത്ഥാനത്തിൻ്റെ കൃപാവരമായി സ്വീകരിക്കുവാനുള്ള കരുത്തിനായി, പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ നിറയാനായി പ്രാർത്ഥനയോടെ കാത്തിരിക്കാം. സ്നേഹമാ ശക്തിയാ ഞങ്ങളിൽ വന്നു നിറയണമേ. 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 ശക്തിയാ